എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളം ഭരണ സംവിധാനത്തിലെ ആണ് നമ്മളിപ്പോൾ ഈ മൊഡ്യൂൾ കഴിയട്ടെ. ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് അടുത്ത മൊഡ്യൂളിലെ ക്ലാസ് വരുള്ളൂ. എന്തായാലും എല്ലാം കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു ടോപ്പിക് എടുക്കും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പോയിട്ട് എടുക്കും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഏത് പഠിച്ചാലും എവിടെ എത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ചോദിച്ചാൽ ഞാനിപ്പോൾ ഓരോ മൊഡ്യൂള് പഠിച്ച് തീർക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഏതൊക്കെ എത്തി? ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ഏകദേശം ആയിരുന്നില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കുറച്ചൊന്നും കംപ്ലീറ്റ് ചെയ്യാണ്ട് കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിയും നമ്മൾ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഏകദേശമാക്കി. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലേ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അതുപോലെ ബയോളജി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, കോശം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലൊക്കെ നോക്കണം, പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ. ഞാനിവിടെ എങ്ങനെയാണ് നോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം പഠിച്ചു വരും. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഓക്കെ, ഒരു വെല്ലുവിളിയാണല്ലേ ഇതൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്നത്. വെറുതെ ക്ലാസ് ഇട്ടും കൊണ്ട് പോയാൽ മതി അല്ലേ, പക്ഷെ നമ്മൾ ഫേസ് ചെയ്യേണ്ടല്ലേ എല്ലാവരും, നിങ്ങളെല്ലാവരും, പിന്നെ ഞാനും ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നിങ്ങളും വിജയിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ ക്ലാസ് ഇട്ടുണ്ടല്ലോ, അത് ഏകദേശം എന്ത് ചെയ്തു, അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ക്ലാസ് എടുത്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തതും കംപ്ലീറ്റ് ആക്കി. പിന്നെ കേരള ഭരണ സംവിധാനം അത് എന്ത് ചെയ്തു, ഇപ്പൊ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ സംസ്ഥാന സിവിൽ സർവീസ് കഴിഞ്ഞു, ഭരണഘടനാ സ്ഥാപനങ്ങൾ കഴിഞ്ഞു, വിവിധ കമ്മീഷനുകൾ കഴിഞ്ഞു, ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞു, തണ്ണീർത്തട സംരക്ഷണം കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഭൂപരിഷ്കരണങ്ങളാണ് കേട്ടോ. ഭൂപരിഷ്കരണങ്ങളാണ്. പിന്നെ ഈ ഒരു ടോപ്പിക്ക്, പിന്നെ ഇതവിടെ ഒരു ടോപ്പിക്ക് ഇതവിടെ. ഇതാണ് നമുക്കിനി ഇതിലെടുക്കാനുള്ളത്. ഇവിടെ 5 മാർക്കാണ്. പഠിച്ചാൽ എളുപ്പം മാർക്ക് കിട്ടുന്ന ഏരിയയാണ്. പക്ഷെ പഠിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പഠിക്കണം. എന്തെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നിങ്ങളൊരു ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഭൂപരിഷ്കരണം പഠിക്കുന്നത് അല്ലേ. ഇപ്പൊ അതില് ഒരു 30 പോയിന്റ് ഉണ്ടെന്ന് വെക്കുക. ഒരു 30 പോയിന്റ്, 30 കൂടുതലുണ്ട് കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം പറയണം. ഒരു 30 പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 പോയിന്റ് പവർഫുൾ ആയിരിക്കണം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഈ 30 പഠിച്ചതില് എന്തുണ്ടാകും, സ്റ്റേറ്റ്മെന്റിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, അതിൽ 3 എണ്ണം ആൻസർ ചെയ്ത് ഉണ്ടാവും, ഈ 30 എണ്ണത്തിന് ഉണ്ടാവും. അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ എന്ത് ചെയ്യും, ആൻസർ എത്താൻ ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 30 പോയിന്റ് തരുന്നത് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അല്ലാതെ 45 നമ്പറിന് എവിടെയും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓടിയിട്ട് അതും ഇല്ല, 30ഉം ഇല്ല, 40ഉം ഇല്ല, മാർക്കും ഇല്ല, നെഗറ്റീവും. അങ്ങനെയല്ല പഠിക്കേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാലും നമുക്ക് അതിൽ നിന്ന് മാർക്ക് എത്തും, കഴിയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞല്ലോ. ഇനി കേരളം ഭരണ സംവിധാനം ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു മൊഡ്യൂൾ എടുക്കും. അടുത്ത മൊഡ്യൂൾ നമുക്ക് സുപ്രധാന നിയമങ്ങൾ വരാം എന്നാണ് തീരുമാനിക്കുന്നത്. കാരണം എന്താണ്, അതാകുമ്പോൾ അതേപോലെ എന്താണ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. നമ്മുടെ സിലബസിൽ LD ആയിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റ പരീക്ഷ എന്നുള്ള ലക്ഷ്യം വരുന്നത് 2024 ഏതൊക്കെ എക്സാം നടക്കുന്നുണ്ടോ അതെല്ലാം എനിക്ക് ക്രാക്ക് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി പഠിക്കുക. അല്ലാണ്ട് LD എന്ന് മാത്രം ഒരു ലക്ഷ്യം വെക്കരുത് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞു അടിപതറും, എവിടെ വേണമെങ്കിലും നമുക്ക് അടിപതറാം. അപ്പോൾ ആ രീതിയിലായിരിക്കണം പഠനം. നമുക്ക് ഈ കേരള ഭരണ സംവിധാനത്തിൽ 5 മാർക്ക് ഉണ്ട്. അതുപോലെ സുപ്രധാന നിയമത്തിൽ 5 മാർക്ക് ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പറഞ്ഞില്ല, ഏകദേശം ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരു 3 മാർക്കിന് ചോദ്യം, പിന്നെ വേൾഡ് ജോഗ്രഫിയിൽ നിന്നൊന്നും കേരള ജോഗ്രഫിയിൽ നിന്നൊന്നും, അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ്. അപ്പോഴും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ജോഗ്രഫിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പം മാർക്ക് കിട്ടുന്ന ഏരിയയാണ്, 5 മാർക്കാണ്. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പഠിച്ചു പോകുക. നമ്മളിപ്പോൾ 5, 10, 15, 18 മാർക്ക്. അതിൽ ഇവിടെ 18 മാർക്കിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. പഠിച്ച് ഇനി കുറച്ചും കൂടിയിട്ടേ ഉള്ളൂ നമുക്ക് 18 മാർക്കിലേക്ക് എത്തിക്കാൻ. അതുപോലെ ഇനി ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ടോപ്പിക്ക് ഒന്ന് ഈ മൊഡ്യൂളിൽ നിന്ന് എടുത്ത് ഒന്നും ആ മൊഡ്യൂളിൽ നിന്ന് എടുക്കില്ല. തീർക്കുകയാണെങ്കിൽ ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് തീർത്തിട്ടേ പോകുള്ളൂ കേട്ടോ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് എനിക്കും തോന്നുന്നില്ല, എനിക്കങ്ങോട്ട് അത് ബെറ്റർ ആയിട്ട് തോന്നില്ല, എനിക്കും പഠിച്ചിട്ട് തോന്നിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുന്നറിയോ, ഇനി ഈ കേരള ഭരണ സംവിധാനം നമ്മൾ ക്ലാസ് കഴിയില്ല, ഇത് മുഴുവൻ പഠിക്കില്ലേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് സുപ്രധാന നിയമങ്ങൾ എടുക്കുന്നു വെച്ചോ. എടുക്കുന്ന മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിക്കും, സുപ്രധാന നിയമങ്ങൾ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ദിവസം ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഈ കേരളം ഭരണ സംവിധാനത്തിൽ ഒരു ടോപ്പിക് എടുക്കും, സംസ്ഥാന സിവിൽ സർവീസ് ഒന്ന് വീണ്ടും എന്ത് ചെയ്യും, ഒന്നും കൂടെ അതിന്റെ കൂടെ വായിച്ചു പോകും. പിറ്റേ ദിവസം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പഠിച്ചു, അന്ന് എന്ത് ചെയ്യും, ആ വിവരാവകാശ കമ്മീഷൻ വ്യക്തമായി പഠിക്കും. വീണ്ടും എന്ത് ചെയ്യും, ആ ദിവസം തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നും നോക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും,
റിവിഷനും ഒപ്പം എന്ത് ചെയ്യണേ, നമുക്ക് പഠിച്ചത് ഈ ആഴ്ച പഠിച്ചത് അടുത്ത ആഴ്ച വീണ്ടും നോക്കുമ്പോൾ എളുപ്പം പഠിക്കാൻ പറ്റും. ഇതെന്ത് ചെയ്യും, റിവിഷൻ നമ്മൾ അറിയാതെ റിവിഷൻ പോകും. അല്ലാതെ കേരളം ഭരണ സംവിധാനമൊക്കെ തീർത്തു ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു, വട്ടി എത്തില്ലാട്ടോ, ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ മറക്കും. മനുഷ്യനാണ് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും മറവി എന്താണ് അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇനി എടുത്തിട്ട് നോക്കണം. ലാസ്റ്റ് ക്ലാസ് എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി എന്നിട്ട് ഒരു കാര്യമില്ല, ആരും കൂടെ ഉണ്ടാകില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഇനി അടുത്ത സുപ്രധാന നിയമങ്ങൾ എടുക്കുമ്പോൾ ബാക്കിൽ ഒരു ദിവസം ഞാൻ ഒരു ടോപ്പിക് ഇടുന്ന സമയത്ത് അതേ ദിവസം തന്നെ നമ്മൾ കേരള ഭരണ സംവിധാനത്തിന്റെ ക്ലാസ് വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് കൂടിയിട്ട് കാണുക. ഈ പഠിക്കുമ്പോൾ അറിയാത്ത വർഷങ്ങളുണ്ടെങ്കിൽ ആ വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഭൂപരിഷ്കരണങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. നമ്മൾ എല്ലാ പോയിന്റും പറഞ്ഞിട്ടാണ് പോകുന്നത്. തട്ടിക്കൂട്ടുന്ന പരിപാടി ഇല്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ നേരെ എടുക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് എൻ്റെ പോളിസി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ? ആ ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ? ഭൂമിയുടെ ഇടപാടുമായിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്താണെങ്കിലും എന്തുണ്ടാകും, പല പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ? നമ്മളൊക്കെ ഹിസ്റ്ററി പഠിച്ചു വരുന്ന ആൾക്കാരാണ് അല്ലെ? PSCക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. അറിയാം അല്ലെ? ആദ്യകാലങ്ങളിലൊക്കെ എന്താണ്, മുതലാളിമാരാണ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഭൂമിയുടെ അവകാശങ്ങളൊക്കെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് എന്താണ്, അവരുടെ ഭൂമി പോലും അനുഭവിക്കാൻ ഇതൊരു പ്രൈവസി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? മുതലാളിമാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും ആരാണെങ്കിലും ഒക്കെ ആർക്കാണ്, ഉന്നത പദവിയിലുള്ളവർക്കും ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവർക്കും മാത്രമാണ് ഭൂമിയുടെ അവകാശം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ്. അതിലൊരു മാറ്റവും ഇല്ല. സാധാരണക്കാർ എന്നും പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണ് നമുക്കെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം സാധാരണക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത്, ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. എന്താണ് ഭൂപരിഷ്കരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? നോക്കിയേ, ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റത്തെയാണ്. ഒരു ഭൂമിയുടെ ഉടമസ്ഥത ഒരാൾക്ക് ഇത്രയേ വെക്കാൻ പാടുള്ളൂ. ഭൂമിയുടെ ഉടമസ്ഥതയും അതുപോലെ കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിലുള്ള മാറ്റത്തെയാണ്. അതായത് ആ പഴയ അതായത് ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ വെക്കാൻ പാടുള്ളൂ, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതിന്റെ എന്താണ്, ആ സമ്പ്രദായത്തിലുള്ള മാറ്റത്തെയാണ് എന്ത് പറയുന്നത്, ഭൂപരിഷ്കരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഈ ഭൂപരിഷ്കരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഭൂമിയുടെ നീതിപൂർവമായിട്ടുള്ള പുനർവിതരണമാണ്. അതായത് അവകാശപ്പെട്ടവർക്ക് ആർക്കാണോ അത് കൊടുക്കുക, അത് നിയമമാണ്. ഓക്കെ, അവകാശപ്പെട്ടപ്പോൾ എനിക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. വേറൊരു ഉയർന്ന പദവിയിലുള്ളവരോ അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഒരു മുതലാളിയോ ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സ്വത്ത് അനുഭവിക്കാതിരിക്കാൻ പറ്റുന്നല്ലോ, അത് അവർക്ക് കൊടുക്കണമെന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെ അത് അവനവനോ അവകാശപ്പെട്ടത് അവനവന് തന്നെയാണ് എന്നതാണ് എന്ത് ചെയ്യുന്നത്, നോക്കിയേ, ഭൂമിയുടെ നീതിപൂർവമായ പുനർവിതരണമാണ് ഭൂപരിഷ്കരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇനി ഈ നമ്മുടെ ഒരു കാർഷിക രാജ്യമാണ് അല്ലെ? നമ്മുടെ ഒരു കാർഷിക രാജ്യത്തില് ഭൂപരിഷ്കരണത്തിന് എന്തുണ്ട്, വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? പ്രാധാന്യമുണ്ട്, കാരണം കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഭരണഘടനയിലുള്ള, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയിലുള്ള 9ാം പട്ടികയിലാണ് ഏതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഭൂപരിഷ്കരണത്തെ ഉൾപ്പെടുത്തിയത്. 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ 9ാം പട്ടികയിലെ ഭൂപരിഷ്കരണം ഉൾപ്പെടുത്തിയത്. മനസ്സിലാക്കണം, പ്രീവിയസ് ആണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഏത് ഭേദഗതിയിലൂടെയാണ് 9ാം പട്ടിക ഭൂപരിഷ്കരണം ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1951 ഇവിടെ ഒന്നുണ്ടല്ലോ, 51 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടുത്തിയത്. മറക്കരുത്, നോട്ട് ചെയ്യണം ട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം. കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, അതുപോലെ ഭൂവിതരണങ്ങളൊക്കെ പുനഃക്രമീകരിക്കുക, കൈമാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കുക തുടങ്ങിയ പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല രാജ്യങ്ങളിലും വിവിധ കാലങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും പണ്ടൊക്കെ നമ്മൾ വായിക്കാൻ കഴിയില്ലേ, നമുക്ക് അതിലൊക്കെ ഒരു ഉദാഹരണമാണ് ജമീന്ദാരി സമ്പ്രദായം, റൈത്തുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ഇതിലൊക്കെ നമ്മൾ
കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? മുതലാളിമാരുടെ ഉടമസ്ഥതയിലാണ് സ്വത്തുക്കൾ എന്നും ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചു വരാറുണ്ടല്ലേ. അപ്പൊ എന്താണ്? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, ഭൂവിതരണങ്ങളെല്ലാം പുനഃക്രമീകരിക്കുക, കൈമാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കുക തുടങ്ങിയ പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും വിവിധ കാലങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 9ാം പട്ടികയിലാണ് ഇതൊക്കെ പഠിച്ചു അല്ലേ. പിന്നെ ഇനി നമുക്ക് ഈ 3 സിസ്റ്റത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മൾ ഭൂപരിഷ്കരണം, കേരള ഭൂപരിഷ്കരണമാണ്. പക്ഷെ ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഭൂപരിഷ്കരണം വേഗം കൊണ്ടുപോയിട്ട് ഒരു മന്ത്രിസഭ, നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ വേഗം കൊണ്ട് ഇതാ ഭൂപരിഷ്കരണ ബില്ല് പാസ്സാക്കണം, അങ്ങനെയാണോ? അല്ല. അത് പാസ്സാക്കണമെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്, ആ സംഭവിച്ചത് ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും തുടരാൻ പാടില്ല. അങ്ങനെ ആ ലക്ഷ്യം വെച്ചിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ഈ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. എങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റയത്തുവാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ഇതൊക്കെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. ഇനി എന്താണ് ജമീന്ദാരി സമ്പ്രദായം, എന്താണ് റയത്തുവാരി, എന്താണ് മഹൽവാരി? നമുക്കൊന്ന് നോക്കിയാലോ. ജമീന്ദാരി സമ്പ്രദായം 1793 കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ ജമീന്ദാരി സമ്പ്രദായത്തിന്റെ മറ്റു പേരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഇതാണ് അല്ലെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം. ഇത് മൂന്നും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം. മൂന്നും കൊണ്ടുവന്നത് ആര് തന്നെയാണ്? മൂന്നും ഒന്ന് തന്നെയാണ്. അത് കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ് 1793. ബംഗാള്, ബീഹാർ, ഒറീസ, വാരണാസി ഈ ഭാഗങ്ങളിലാണ് ഈ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബംഗാള്, ബീഹാർ, ഒറീസ, പിന്നെ വാരണാസി തുടങ്ങിയ ഭാഗങ്ങളിലാണ് ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. നെക്സ്റ്റ് റയത്തുവാരി. ഇത് 700 കേട്ടോ. ഇവിടെ എത്തുമ്പോൾ 800 ആയി. 1820 തോമസ് മൺറോ ആണ് റയത്തുവാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. മദ്രാസ്, ബോംബെ, കൂർഗ്, അസമിലെ ചില ഭാഗങ്ങളൊക്കെയാണ് ആ ഏരിയയിലാണ് എന്ത് ചെയ്തത്? റയത്തുവാരി സിസ്റ്റം കൊണ്ടുവന്നത്. മദ്രാസ്, ബോംബെ, കൂർഗ്, അസമിലെ ചില ഭാഗങ്ങൾ. ഉടമസ്ഥാവകാശം ഇതിൽ ആർക്ക് കൊടുത്തു? റയത്തുവാരി സിസ്റ്റത്തിൽ ഉടമസ്ഥാവകാശം കർഷകർക്കാണ് കൊടുത്തത്. ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു? കർഷകർക്ക് കൊടുത്തു. ഇനി മഹൽവാരി സിസ്റ്റം 1833. മഹൽവാരി സിസ്റ്റം 1833 വില്യം ബെന്റിക് പ്രഭുവാണ് മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചത്. ആഗ്ര, പഞ്ചാബ്, ഗംഗാ താഴ്വര, സെൻട്രൽ പ്രൊവിൻസ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ എന്നിവിടങ്ങളിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയാണ്? കർഷകർക്കാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മഹൽവാരി സിസ്റ്റത്തിലൊക്കെ ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കർഷകർക്കാണ് കേട്ടോ. റയത്തുവാരിയിൽ ഉടമസ്ഥാവകാശം കർഷകർക്കാണ്. 1793 ജമീന്ദാരി സമ്പ്രദായം, അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്. ഓക്കെ. ഇനി റയത്തുവാരി 1820. 1833 മഹൽവാരി പഠിച്ചല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത് എന്നും. ഇനി ഭൂപരിഷ്കരണവുമായിട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ 3 പഠിച്ചു. ജമീന്ദാരി, മഹൽവാരി, റയത്തുവാരി 3 അത് കഴിഞ്ഞു. ഇനി ജന്മി സമ്പ്രദായം. എന്താണ് ജന്മി സമ്പ്രദായം? ഈ വാക്കിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ ജന്മി സമ്പ്രദായം. ജന്മി തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും അവർ ആദായത്തിന്റെ ഒരു അംശം ജന്മിക്ക് പാട്ടമായി നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം. അതായത് ജന്മി സമ്പ്രദായത്തിന്റെ ജന്മിമാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യാണ്? കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് ആ കൃഷി ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് കുറച്ച് ലാഭങ്ങൾ ഉണ്ടാവും അല്ലേ? ആ ലാഭത്തിന്റെ ഒരു അംശം ജന്മിക്ക് പാട്ടമായിട്ട് നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ജന്മി സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യമൊക്കെ 1947 ഓഗസ്റ്റ് 5 സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയില്ലേ? അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1978 ഓപ്പറേഷൻ ബാർഖ എന്ന സംഭവം നടന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ചോദ്യം വരും, ഓപ്പറേഷൻ ബാർഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂപരിഷ്കരണം
ഓക്കെ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1978 ഓപ്പറേഷൻ ബാർഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പശ്ചിമ ബംഗാളിലാണ്. എന്താണ്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നടന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. നിങ്ങളൊരു ഭൂപരിഷ്കരണം, ഇപ്പൊ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിപ്പോ ഭൂപരിഷ്കരണം പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെന്ന് അറിയോ, മെയിൻ ആയിട്ടുള്ള പോയിന്റിൽ എന്തായാലും ഇമ്പോർട്ടന്റ് വെക്കും. ഇങ്ങനെ 1951 എന്താണ്, ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് 9ാം പട്ടികയിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടുത്തിയത്. അത് ഒരു പോയിന്റ് എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഭൂപരിഷ്കരണം ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുപോലെ ഈ പോയിന്റ് 1978 ഓപ്പറേഷൻ ബാർഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പശ്ചിമ ബംഗാളിന് ഭൂപരിഷ്കരണം. അത് രണ്ടെണ്ണം കൊടുക്കും. ഓക്കെ, പിന്നെ ഏത് വർഷമാണ് നിലവിൽ വന്ന കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം? അത് നമ്മൾ അടുത്ത ക്ലാസ് വരുന്നുണ്ട് കേട്ടോ, അടുത്ത പോയിന്റ് വരുന്നുണ്ട്. അത് ഏത് വർഷമാണ്? 1970 അല്ലേ? 1970 ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. ആ 3 പോയിന്റ് ഒന്ന് നോട്ട്, മൂന്നാമത്തെ പോയിന്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ആരാണ് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കും. സി അച്യുതമേനോനല്ലേ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് എക്സ്ട്രാ എന്താണ് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റിൽ കയറി വരിക. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ചോദിച്ചാലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, 1978 ഓപ്പറേഷൻ ബാർഗ പശ്ചിമ ബംഗാളിൽ നടന്നു. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓഹരി ദല്ലാൽമാരുടെ പരിരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ്? ഓഹരി ദല്ലാൽമാരുടെ, അതായത് പാട്ടക്കാരുടെ പരിരക്ഷണവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഓപ്പറേഷൻ ബാർഗ. ഓഹരി ദല്ലാൽമാരുടെ പരിരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബാർഗ. എന്തിനു വേണ്ടിയിട്ടാണിത്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? പിന്നെ അതൊക്കെ കഴിഞ്ഞു. 1978 ഇതൊരു സമ്പ്രദായം ഇതുണ്ട് കേട്ടോ. ഇതെന്തിനാണ്? ഭൂപരിഷ്കരണ നിയമം. അടുത്തത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ ലക്നൌവിൽ ഉണ്ട്. അഖിലേന്ത്യാ കിസാൻ സഭ സ്ഥാപിതമായത് ലക്നൌവിലാണ്. ഏത് വർഷം? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1936 അഖിലേന്ത്യാ കിസാൻ സഭ. 1936 എന്താണ്? 36ന്റെ ക്ഷേത്രപ്രവേശന വിളംബരമല്ലേ 36? ഓക്കെ, 1936 അങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ, കേരള ദുരന്ത നിവാരണ നിയമം 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം, അതേ വർഷം തന്നെയാണ് അത് പഠിച്ചു അല്ലേ? അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താണ് വർഷങ്ങൾ നമുക്ക് മറക്കില്ല. ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കൊണ്ടുവന്നത്. അതേ വർഷം തന്നെയാണ് അഖിലേന്ത്യാ കിസാൻ സഭ ലക്നൌവിൽ സ്ഥാപിതമാകുന്നത്. പിന്നെ ഒരു ഭൂദാന പ്രസ്ഥാനം, ഇതൊക്കെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് കേട്ടോ. സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായിട്ട് സ്വീകരിച്ചിട്ട് ഭൂമി ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുക. ഇതാണ് ഭൂദാന പ്രസ്ഥാനം. സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായിട്ട് സ്വീകരിക്കും, എന്നിട്ട് ഭൂരഹിതർക്ക്, ഭൂമി ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് ഭൂദാന പ്രസ്ഥാനം. ഇത് ചോദിച്ചതാണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ആണ്. 1951 ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിനോബ ഭാവെ ചോദിച്ചിട്ടുണ്ട്. 1951 ഏപ്രിൽ 18 സ്ഥാപിതമായത്. 1951 ഏപ്രിൽ 18 ഭൂദാന പ്രസ്ഥാനം സ്ഥാപിതമായത്. കൊണ്ടുവന്നത് ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനാണ് അല്ലേ? മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായിരുന്ന ആചാര്യ വിനോബ ഭാവെയുടെ നേതൃത്വത്തിലാണ് 1951 ഏപ്രിൽ മാസം 18 തെലങ്കാനയിലെ പോച്ചംപള്ളി എന്ന ഗ്രാമത്തില് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. തെലങ്കാനയിലെ പോച്ചംപള്ളി എന്ന ഗ്രാമത്തിന് എന്ത് ചെയ്തത്? ഭൂദാന പ്രസ്ഥാനം കൊണ്ടുവന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജന്മിയായിരുന്നു രാമചന്ദ്ര റെഡ്ഡി. എന്താണ്? അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ, തെലങ്കാനയിലെ പോച്ചംപള്ളിയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു രാമചന്ദ്ര റെഡ്ഡി. അദ്ദേഹം എന്ത് ചെയ്തു? 80 ഏക്കർ, എത്രയാണ്? 80 ഏക്കർ ഭൂമി ദാനം ചെയ്യുമോ എന്ന് വിനോബ ഭാവെ ആരോട് ചോദിക്കുകയാണ്? രാമചന്ദ്ര റെഡ്ഡിയോട് ചോദിക്കുകയാണ്. 80 ഏക്കർ ഭൂമി ദാനം ചെയ്യുമോ എന്ന് രാമചന്ദ്ര റെഡ്ഡിയോട് ചോദിച്ചപ്പോൾ രാമചന്ദ്ര റെഡ്ഡി എന്ന സമ്പന്നൻ എന്താണ് ചെയ്തത്? 100 ഏക്കർ ഭൂമി എന്ത് ചെയ്തു? ദാനമായിട്ട് ആർക്ക് കൊടുക്കുകയാണ്? ഭൂദാന പ്രസ്ഥാനത്തിന് കൊടുക്കുകയും ഇതെന്ത് ചെയ്യാണ്? കർഷകർക്ക്, ഭൂരഹിതർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്താണ്. 80 ചോദിച്ചപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി അല്ലേ? പിന്നെ അങ്ങനെ ആ പോച്ചംപള്ളി, തെലങ്കാനയിലെ പോച്ചംപള്ളിയുടെ പേര് തന്നെ അവിടെ എന്ത് ചെയ്തു? മാറ്റി ഭൂദാൻ പോച്ചൻപള്ളി അല്ലേ? ഭൂദാൻ പ്രസ്ഥാനം നടന്ന അവിടെ അല്ലേ? ഭൂദാൻ പോച്ചംപള്ളി എന്ന് പുനർനാമകരണം ചെയ്തു. പഠിച്ചല്ലോ? ഈ ഭാഗം ഒക്കെ ആയോ? മറക്കോ? ഇതിങ്ങനെ കേട്ട് പോയി കൊണ്ട് ലാസ്റ്റ് എല്ലാം ഞാൻ ഒന്ന് ഭൂപരിഷ്കരണം പഠിച്ചു കഴിഞ്ഞു ഓഫാക്കി ഉണ്ടാതിരിക്കോ? ഇല്ല. വൈകുന്നേരം എന്ത് ചെയ്യണം? വൈകുന്നേരം വീണ്ടും ഇനി ബാക്കിയുള്ള ടൈം മാത്സ് ഇംഗ്ലീഷും
ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ 15 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. LGS നിലവാരത്തിൽ 2023 നടന്ന എക്സാം ഉണ്ട്. ചെയ്തു നോക്കാത്തവർ തീർച്ചയായിട്ടും ചാനലിൽ കയറിയിട്ട് എക്സാം എഴുതി നോക്കുക. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അത് ചെയ്യാം. എന്നിട്ട് ഭൂപരിഷ്കരണം പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് എഴുതി വെക്കേണ്ട, നിങ്ങളുടെ ഭാഷയിൽ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതുക. ബാക്കിയുള്ള സമയം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർ കൊടുക്കുക. നിങ്ങൾ മന്ത്ലി കറണ്ട് അഫെയർസ് നിങ്ങൾ ജനുവരി തുടങ്ങിയിട്ട് 2023 മന്ത്ലി കറണ്ട് അഫെയർസ് ഇടാനൊക്കെ തയ്യാറാണ്. പക്ഷെ വ്യൂസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വ്യൂസ് ഇല്ല, വെറുതെ സമയം കളി. എനിക്കും പഠിക്കേണ്ടതല്ലേ, ഞാനൊരു ലക്ഷ്യത്തിൽ വെച്ചിട്ടൊന്ന് മുന്നോട്ട് പോകുന്ന ആളിൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ കറണ്ട് അഫെയർ അവിടെ നിർത്തിയത്. മന്ത്ലി കറണ്ട് അഫെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ മാസം കറണ്ട് അഫെയർ ഇപ്പൊ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തന്നിട്ടില്ലെങ്കിലും പറഞ്ഞു തന്നിട്ട് പോയാൽ മതിയല്ലോ. നിങ്ങൾ കേട്ടിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു മാസം ഇങ്ങനെ പഠിച്ചു പോകുമല്ലോ. വേഗം തീർക്കാം. ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് വേണം കേട്ടോ, അഭിപ്രായം ഇടുക. ഓക്കെ, ഇത് പഠിച്ചോ. എന്നിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ ഏകദേശം തീർത്ത് വെക്കുക. ഒരുപാട് അങ്ങോട്ട് പോകണ്ട. ഒരു ദിവസം ഒരു 3-4 ഒരു മാത്സ് എടുക്കുമ്പോൾ ഇപ്പോൾ 1% എടുത്തു എന്ന് വെക്കാം. ഇപ്പോൾ നല്ലോണം അറിയുന്നവർക്ക് ഓക്കെ, അത് ഞാൻ പറയുന്നില്ല. അറിയാത്തവർ എന്ത് ചെയ്യുക, ഇപ്പോൾ ശതമാനം എന്ന ടോപ്പിക്കാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലൊരു 4 ടൈപ്പ് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഒരു 4 ടൈപ്പ് പഠിച്ചാൽ മതി. ആ 4 ടൈപ്പ് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നാളെ എന്ത് ചെയ്യുക, വീണ്ടും അടുത്തൊരു 4 ടൈപ്പ്, അതിൽ തന്നെ 4 ടൈപ്പ് എടുക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അതിലത്തെ എല്ലാ ടൈപ്പും കഴിയും. ഓക്കെ, എന്നിട്ട് അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 2 പേജ് അങ്ങോട്ട് ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ശതമാനമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ശതമാനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ ആ ഏരിയ വിട്ട ഭാഗത്ത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ അറിയാത്തതൊക്കെ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെച്ചിട്ട് അത് വീണ്ടും വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ പഠിക്കുക. പിന്നെ അടുത്ത ഒരു 4 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ശതമാനമൊക്കെ കഴിഞ്ഞ ശേഷം വേറെ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടമാണ് എടുക്കുന്നതെങ്കിൽ ആ ഫസ്റ്റ് ദിവസം ഒരു 4 ടൈപ്പ് എടുക്കുക. എന്നിട്ട് ശതമാനത്തിൽ ഫസ്റ്റ് ദിവസം പഠിച്ച ഒരു 4 ടൈപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ബാക്കിട്ടൊന്ന് റിവൈൻഡ് വേണം കേട്ടോ. അല്ലാതെ തന്നെ കയ്യിൽ നിന്ന് പോകും. കൂടുതൽ പറയുന്നില്ല. ഓക്കെ, 1978 ഓപ്പറേഷൻ ബാർഗ, പശ്ചിമ ബംഗാൾ മറക്കണ്ട. 78 36 അഖിലേന്ത്യാ കിസാൻ സഭ. 1951 ഏപ്രിൽ 18 ഭൂദാന പ്രസ്ഥാനം. ഓക്കെ, മനസ്സിലായല്ലോ, ഇത് മറക്കരുത്. കേരളത്തിൽ അങ്ങനെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയാണ് അല്ലേ. ഇതിൽ നമ്മൾ നടപ്പിലാക്കിയതിന്റെ ഡീറ്റെയിലാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ 1970 ജനുവരി 1 കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വർഷം 1970. ഓക്കെ, പക്ഷേ നമ്മുടെ 1956 കേരളം, 1956 നവംബർ 1 കേരളം നിലവിൽ വന്നു അല്ലേ. അതിനുശേഷം ഫസ്റ്റ് മന്ത്രിസഭ വരുന്നുണ്ട്, EMS മന്ത്രിസഭ വരുന്നുണ്ട്. അവിടെ നിന്നേ തുടങ്ങുന്നുണ്ട് ഈ കേരള ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും അവിടെ നിന്ന് നടപ്പിലാക്കാതെ അങ്ങനെ 56 കഴിഞ്ഞ് 1970 എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത്. അപ്പൊ EMS സർക്കാരിന് തുടങ്ങിയിട്ട് 1970 C അച്യുതമേനോന്റെ മന്ത്രിസഭ വരെ എന്തൊക്കെ ചെയ്തു കേരള ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഭൂപരിഷ്കരണം എന്താണ്, കേരള ഭൂപരിഷ്കരണമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഭൂവുടമ സമ്പ്രദായമാണ് ഇത്, ജന്മി സമ്പ്രദായം അല്ലെ. ജന്മികൾക്കാണ് എല്ലാ അധികാരവും എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഭൂവുടമ സമ്പ്രദായം ഏത് എന്ന് ചോദിച്ചാൽ അത് ജന്മി സമ്പ്രദായമാണ്. ഇനി കൊച്ചിയില് ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചത് ആരാണ്, ശക്തൻ തമ്പുരാനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊച്ചിയിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. 1957 EMS സർക്കാർ കാർഷിക ബന്ധ നിയമം ആദ്യം കൊണ്ടുവരുന്നത് നമ്മുടെ ഒന്നാമത്തെ EMS സർക്കാരായിട്ടുള്ള EMS സർക്കാരാണ്. 1957 ആദ്യമായിട്ട് ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാർഷിക ബന്ധ നിയമം കൊണ്ടുവരുന്നത് 1957. 1957 ഒക്കെ കഴിഞ്ഞ് 1963 ഭൂപരിഷ്കരണ നിയമം പാസാക്കുന്നത്. ആദ്യം കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചു. 57 കഴിഞ്ഞിട്ട് 63 ആയപ്പോൾ ഭൂപരിഷ്കരണ നിയമം പാസാക്കി. നിലവിൽ വന്നിട്ടില്ല, പാസ്സാക്കിയിട്ടേ ഉള്ളൂ. പിന്നീട് വീണ്ടും 1970 എത്തുമ്പോഴാണ് ജനുവരി 1 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത്. പഠിക്കണം. 57, 63 ഇത് 3 നോട്ട് ചെയ്യണേ. 57 ഒന്നാമത്തെ EMS സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിക്കുന്നു. അതായത്
EMS സർക്കാർ അധികാരത്തിലേറി ആ വർഷം അറിയാലോ, 57 എന്നുള്ളത് അറിയാലോ, അത് മറക്കരുത്. 63 ലാൻഡ് റിഫോംസ് ആക്ട്, അതായത് ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കുന്നത്. 70 ജനുവരി 1 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത്. നടപ്പിലാക്കിയത് C അച്യുതമേനോൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1957 തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്നു. 1957 തന്നെ കാർഷിക ബന്ധ നിയമം EMS സർക്കാർ അവതരിപ്പിക്കുന്നു. അതേ വർഷം തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്നു. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, അതായത് ഇതിന് സാധാരണക്കാരന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവരെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്, ഇല്ലെ, ജന്മിമാരെ ഇറക്കി വിടുകയാണ്. അതിനെ നിരോധിച്ചു കൊണ്ടുള്ള നിയമമാണ് നിലവിൽ വന്നത്. 2020 50-ാം വാർഷികം ആഘോഷിച്ചു. ഭൂപരിഷ്കരണ നിയമം വന്നത് നടപ്പിലാക്കിയത് 1970 അപ്പൊ 2020 ആകുമ്പോൾ 50 വർഷമായല്ലോ. 2020 ചോദ്യം വരും. 2020 50-ാം വാർഷികം ആഘോഷിച്ചത് ഏതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അത് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം നമുക്ക് അറിഞ്ഞേ തീരൂലേ, 1970. ഇനി എന്തൊക്കെയാണ് കേരള ഭൂപരിഷ്കരണം ലക്ഷ്യമിട്ടത്? ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കാനും കൃഷിഭൂമിയുടെ ഏകീകരണവും ഭൂപരിധികൾ നിർണ്ണയിക്കലും കുടിയായ്മ സംരക്ഷണം ഇതൊക്കെയാണ് ലക്ഷ്യങ്ങള്. ഇനി അങ്ങനെ നമ്മൾക്ക് പഠിക്കണം. നമ്മൾ 1956 എന്ത് ചെയ്യണം, EMS സർക്കാരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേരളം നിലവിൽ വന്നു. 57 EMS സർക്കാരൊക്കെ വന്നു. പക്ഷെ അതിന് മുമ്പേ തന്നെ ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലൊക്കെ ഓരോരോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് നോക്കി വെക്കണം. തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കാം കേട്ടോ. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. ഇതൊക്കെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ പണ്ടാരപ്പാട്ട വിളംബരം ഇവിടെ വന്ന് എടുക്കുന്നതല്ല. ഇതൊക്കെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ടുവന്നത് ആരാണ്? ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആ സമയത്ത് ദിവാനാരായിരുന്നു? ടി മാധവറാവു. 1865 കഴിഞ്ഞു. അങ്ങനെ 67 ജന്മി കുടിയാൻ വിളംബരം നടക്കുകയാണ്. ജന്മി കുടിയാൻ വിളംബരം കൊണ്ടുവന്നു. അതിന്റെ മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ 1867 ജന്മി കുടിയാൻ വിളംബരം. ആ സമയത്തും തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാളാണ്. 65 67 പറയുമ്പോൾ രണ്ടാളല്ലേ, ആയില്യം തിരുനാൾ തന്നെയാണ്. 1886 ആയപ്പോൾ കണ്ടെഴുത്ത് വിളംബരം ശ്രീമൂലം തിരുനാൾ കൊണ്ടുവന്നു. കണ്ടെഴുത്ത് വിളംബരം നടപ്പിലാക്കിയത് ആരാണ്? ശ്രീമൂലം തിരുനാള്. 1896 5-ാം നമ്പർ റെഗുലേഷൻ എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ആണ്. ആ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? 1896 5-ാം നമ്പർ റെഗുലേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് 1932 ആയപ്പോൾ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. 1932 1896 5-ാം നമ്പർ റെഗുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1867 ജന്മി കുടിയാൻ വിളംബരം. 2 വർഷം അല്ലേ, 2 വർഷം ഗ്യാപ്പിലുള്ളൂ. 65 67 രണ്ടിലും ആയില്യം തിരുനാളാണ്. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത് ജന്മി കുടിയാൻ വിളംബരമാണ്. പിന്നെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആ സമയത്ത് ദിവാനാരാണ്? മാധവറാവു. കണ്ടെഴുത്ത് വിളംബരം 86 കൊണ്ടുവന്നത് ശ്രീമൂലം തിരുനാളാണ്. 1896 5-ാം നമ്പർ റെഗുലേഷൻ ആക്ട് അല്ലെ കൊണ്ടുവന്നു. അത് ഭേദഗതി എപ്പോ ചെയ്തു? 1932. ഇനി നമുക്ക് കൊച്ചിയിൽ എന്തൊക്കെയാണ് ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്? ഒരു തിട്ടൂരം, അതായത് ഇതൊരു രാജകീയ രേഖയാണ്. 1863 എന്താണ്? കാണക്കുടിയന്മാരെ 12 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിപ്പിക്കുന്നത് തടയുന്ന ഒരു തിട്ടൂരം, അതായത് രാജകീയ രേഖ പ്രാബല്യത്തിൽ വന്നത് 1863. അതായത് ഇപ്പോൾ ഒരു കുടിയാന്മാർ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ 12 വർഷത്തിനുള്ളിൽ തന്നെ, അത് 12 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? അവരെ അങ്ങോട്ട് ഒഴിപ്പിച്ചു വിടും. അങ്ങനെ ഒരു സമ്പ്രദായം കൊച്ചിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജകീയ രേഖയാണ് എന്ത്? ഒരു തിട്ടൂരം. 1863. 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നു. 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഇനി മലബാറിൽ
എന്തൊക്കെയാണ് ഭൂപരിഷ്കരണ നിയമം? 1887 കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് 1887 ഇത് കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് പാസ്സാക്കിയത് 1887 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ പ്രീവിയസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ കേരള ഭൂപരിഷ്കരണം നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചില്ലേ, 1970 63 അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 1945 51 54 29 മലബാർ കുടിയായ്മ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. 1945 1951 1954 3 പ്രാവശ്യം 1929 മലബാർ കുടിയായ്മ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ തിരുക്കൊച്ചിയായി അല്ലേ. 1950 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നു. കുടിയൊഴിപ്പിക്കൽ വാക്കിൽ നിന്ന് എടുക്കണേണ്ടതൊക്കെ. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നത് 1950 തിരുക്കൊച്ചിയിൽ. 1954 ഭൂ ഉടമസ്ഥത കൈവശ അവകാശ നിയന്ത്രണ നിയമം. ഭൂവുടമസ്ഥത കൈവശാവകാശ നിയന്ത്രണ നിയമം, അതായത് ഇത്ര സ്ഥലത്തിൽ കൂടുതലൊന്നും ഒരാളുടെ പരിധിയിൽ വെക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഒരു നിയന്ത്രണ നിയമം എവിടെ കൊണ്ടുവന്നു? തിരുക്കൊച്ചിയിൽ കൊണ്ടുവന്നു. ഇനി നമ്മൾ അങ്ങനെ 1956 നവംബർ 1 കേരളം കഴിഞ്ഞു. നമ്മൾ തിരുവിതാംകൂർ പഠിച്ചു, കൊച്ചി പഠിച്ചു, മലബാർ കഴിഞ്ഞു, പിന്നെ തിരുക്കൊച്ചി കഴിഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം ഒന്നാമത്തെ EMS സർക്കാർ എന്ത് ചെയ്യാണ്? അധികാരത്തിലേറാണ് അല്ലെ. ആ EMS സർക്കാരിന്റെ ആദ്യത്തെ അവർ അധികാരത്തിലേറിയ സമയത്ത് തന്നെ ആദ്യം അവർ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇത്, ഭൂപരിഷ്കരണം. അതിലാണ് നമ്മൾ നേരത്തെ പഠിച്ചു 1957 കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത്. 1957 കാർഷിക ബന്ധ ബില്ല് EMS ഗവൺമെന്റ് അവതരിപ്പിച്ചു. 1957 തന്നെ എന്ത് ചെയ്തു? കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. നേരത്തെ പറഞ്ഞതാണ്. 57 രണ്ടെണ്ണം ഉണ്ടിട്ട് ഓർക്കണം. 57 തന്നെയാണ് കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചതും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അവതരിപ്പിച്ചതും ഒന്നാമത്തെ EMS സർക്കാരാണ് 1957. ആ സമയത്ത് റവന്യൂ മന്ത്രി ആരായിരുന്നു? ഗൗരിയമ്മ അല്ലെ. ഗൗരിയമ്മയാണ് കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് 1957 കേട്ടോ. 1957 EMS സർക്കാരിലെ റവന്യൂ മന്ത്രിയായിരുന്ന ഗൗരി അമ്മയാണ് കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിച്ചത്. 1959 ആയപ്പോൾ ജൂൺ 10 കാർഷിക ബന്ധ ബില്ല് എന്ത് ചെയ്തു? പാസാക്കി. 59 കാർഷിക ബന്ധ ബില്ല് പാസാക്കുകയും ചെയ്തു. 57 അവതരിപ്പിച്ചു, 59 പാസാക്കി. 201 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് അതിനെ തിരിച്ചയച്ചു. എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകാം അല്ലെ. 201 അനുച്ഛേദം അനുസരിച്ച് എന്താണ് അത്? പ്രസിഡന്റ് തിരിച്ചയച്ചു. അത് മനസ്സിലാക്കണം. ഇനി 1959 ആകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? EMS സർക്കാര് പിരിച്ചുവിട്ടു അല്ലെ. EMS സർക്കാരിന് പിരിച്ചുവിടുകയും ചെയ്തു. വിമോചന സമരത്തെ തുടർന്നിട്ട് അല്ലെ. വിമോചന സമരത്തെ തുടർന്നിട്ട് എന്ത് ചെയ്തു? EMS സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ പഠിക്കണം. ഒന്നാമത്തെ EMS സർക്കാർ 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കി. 1957 തന്നെയാണ് റവന്യൂ മന്ത്രി ഗൗരിയമ്മ കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിക്കുന്നത്. 1959 കാർഷിക ബന്ധ ബില്ല് പാസാക്കുന്നത്. 201 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് അതിനെ തിരിച്ചയക്കുകയും ചെയ്തു. 1959 വിമോചന സമരത്തെ തുടർന്നിട്ട് EMS മന്ത്രിസഭ രാജിവെച്ചു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ 1960 ആയപ്പോൾ പട്ടൻ താണുപിള്ളയുടെ സർക്കാരിന്റെ കാലത്തെ കേരള ഭൂപരിഷ്കരണം നമുക്കൊന്ന് നോക്കാം കേട്ടോ. അടുത്തത് 1960 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് പട്ടൻ താണുപിള്ള മന്ത്രിസഭ നിലവിൽ വന്നത്. ഏതാണ്? 1960 ഫെബ്രുവരി 22-നാണ് പുതിയ മന്ത്രിസഭ പട്ടൻ താണുപിള്ളയുടെ നേതൃത്വത്തിൽ വരുന്നത്. 1960 അതേ വർഷം തന്നെ വീണ്ടും എന്ത് ചെയ്യാണ്? കാർഷിക ബന്ധ ബില്ല് നിയമം വീണ്ടും പാസാക്കി. 60-ൽ വീണ്ടും എന്ത് ചെയ്യണം? ആ പാസാക്കിയ നിയമം വീണ്ടും എന്ത് ചെയ്യണം? ഒന്നുകൂടി പാസാക്കുകയാണ്. 61 ആയപ്പോൾ അത് പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചു. പ്രസിഡന്റിന്റെ അംഗീകാരം 1961 ലഭിച്ചു. 1962 കേരള റേത്ത്വാരി ടെനൻസ് ആൻഡ് കുടിക്കിടപ്പുകാർ എന്താണ്? 1962 കേരള റേത്ത്വാരി ടെനൻസ് ആൻഡ് കുടിക്കിടപ്പുകാർ ഓർഡിനൻസ്
പാസ്സാക്കിയത്. ഓർഡിനൻസ് എന്ത് ചെയ്തു? പാസ്സാക്കി. കാസർഗോഡും ഇതും എന്ത് ചെയ്യാണ്? സുപ്രീം കോടതിയോടെ റദ്ദ് ചെയ്യാണ്. ഇവിടെ പ്രസിഡന്റിന്റെ അംഗീകാരമൊക്കെ ലഭിച്ചു. പട്ടംതാണുപിള്ളയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 1961 പ്രസിഡന്റിന്റെ അംഗീകാരമൊക്കെ ലഭിച്ചു. പക്ഷെ സുപ്രീം കോടതി അവിടെ അത് റദ്ദ് ചെയ്യാണ്. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാസർഗോഡും ഹോസ്ദുർഗ്, കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ ഹോസ്ദുർഗ്, കാസർഗോഡ് ഹോസ്ദുർഗ് പ്രദേശങ്ങളില് റയത്തുവാരി സമ്പ്രദായം നിലനിൽക്കുന്നതിനാല് ഈ നിയമത്തിന് സാധ്യതയില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുകയും കാർഷിക ബന്ധ ബില്ല് അവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പട്ടംതാണുപിള്ള സർക്കാരിന്റെ കാലത്ത് കാർഷിക ബന്ധ ബില്ല് തിരിച്ചയക്കാൻ കാരണം, സുപ്രീം കോടതി റദ്ദ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ഹോസ്ദുർഗ് പ്രദേശങ്ങളിൽ ഏത് സിസ്റ്റമാണ്? റയത്തുവാരി സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി അവിടെ ഇത് റദ്ദ് ചെയ്യുന്നത്. വീണ്ടും എന്താകാണ്? കാർഷിക ബന്ധ ബില്ല് പരാജയപ്പെടുകയാണ് രണ്ട് സർക്കാരിന്റെ കാലത്ത്. അടുത്തത് അങ്ങനെ EMS കഴിഞ്ഞു, പട്ടംതാണുപിള്ളയും കഴിഞ്ഞു. മൂന്നാമത് ആർ ശങ്കറിന്റെ സർക്കാരിന്റെ കാലത്ത് കേരള ഭൂപരിഷ്കരണം വീണ്ടും എടുത്തിടുകയാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ആർ ശങ്കറും റവന്യൂ മന്ത്രി ആ സമയത്ത് ആരാണ്? PT ചാക്കോ. നമ്മുടെ EMS സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രി ഗൗരിയമ്മ. ആർ ശങ്കറിന്റെ കാലത്ത് 1963 പുതിയ മന്ത്രിസഭ നിലവിൽ വരികയും റവന്യൂ മന്ത്രി ആ സമയത്ത് ആരായിരുന്നു? PT ചാക്കോയായിരുന്നു. 1963 തന്നെ എന്ത് ചെയ്തു? ഭൂപരിഷ്കരണ നിയമത്തിന് അംഗീകാരം ലഭിച്ചു. 1963 തന്നെ അംഗീകാരം ലഭിച്ചു. 1964 ഒന്നാം ആക്ട് എന്ന പേരില് ഇത് നിലവിൽ വന്നു. സർക്കാരിന് പക്ഷേ ഈ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അംഗീകാരം ലഭിച്ചത് എപ്പോ എന്ന് ചോദിച്ചാൽ 1963 പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 63, നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പോ കേരളത്തില് ഭൂപരിഷ്കരണ നിയമത്തിന് അംഗീകാരം ലഭിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1963. നിലവിൽ വന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 1970. 7 വർഷം കഴിഞ്ഞിട്ടാണ്. വീണ്ടും 1967 ആയപ്പോൾ രണ്ടാം EMS സർക്കാർ അധികാരത്തിലേറുകയും 1969 പാസ്സാക്കുകയും ചെയ്തു. രണ്ടാം EMS സർക്കാർ വീണ്ടും എന്ത് ചെയ്യാണ്? ഭൂപരിഷ്കരണ നിയമം 1963. ഒരു സർക്കാർ പോയി പാസ്സാക്കിയത് മറ്റുള്ളവർ എടുക്കില്ലല്ലോ. അങ്ങനെയാണല്ലോ. അവരവർ പാസ്സാക്കിയതായിട്ടുള്ള ഒരു ഇതിൽ വരണല്ലേ, അന്നല്ലേ അവർക്ക് അതിന്റെ പവർ കിട്ടുള്ളൂ. അങ്ങനെ 1969 വീണ്ടും രണ്ടാം EMS സർക്കാർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്തു? വീണ്ടും അതിനെ പാസ്സാക്കി. പക്ഷെ അതേ വർഷം തന്നെ ആ ഗവൺമെന്റിന് എന്ത് ചെയ്യേണ്ടി വന്നു? രാജിവെക്കേണ്ടി വന്നു. വീണ്ടും 1969 അതേ വർഷം തന്നെ C. അച്യുതമേനോൻ മന്ത്രിസഭ നിലവിൽ വരികയാണ്. C. അച്യുതമേനോൻ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക എന്നത് എന്ത് ചെയ്തു? മുഖ്യ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ സർക്കാർ കൊണ്ടുവന്നത്. ആ സമയത്ത് റവന്യൂ മന്ത്രി ആരാണ്? KT ജേക്കബ് ആണ്. ശ്രദ്ധിക്കണം, റവന്യൂ മന്ത്രി KT ജേക്കബ് ആണ്. 1969 C. അച്യുതമേനോൻ മന്ത്രിസഭയാണ് അധികാരമേറ്റപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക എന്നത് മുഖ്യ ലക്ഷ്യമാക്കി. റവന്യൂ മന്ത്രി KT ജേക്കബ് ആണ്. അങ്ങനെ 1970 കേരള ഭൂപരിഷ്കരണ നിയമം ഭേദഗതി നിയമം നടപ്പിലാക്കി. 1970 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കി. എല്ലാ എക്സാമിനും 2024 നടക്കുന്ന എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് കണ്ടുവരാത്തവരാണെങ്കിൽ കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒരു ടോപ്പിക് എടുക്കുക. സംസ്ഥാന സിവിൽ സർവീസ് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് ആദ്യം എന്ത് ചെയ്യുക? സംസ്ഥാന സിവിൽ സർവീസ് പഠിക്കുക. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിക്കുമ്പോൾ വ്യക്തമായിരിക്കണം. വെറുതെ വീഡിയോ കണ്ടു പോയതുകൊണ്ട് ഒരു കാര്യമില്ല, ആരെയും ബോധിപ്പിക്കാനില്ല. സംസ്ഥാന സിവിൽ സർവീസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരൊറ്റ ടോപ്പിക് എടുത്താൽ മതി, ഒരു ക്ലാസ് കണ്ടാൽ മതി. ആ ഒരു ക്ലാസ് പഠിക്കുക. പിറ്റേ ദിവസം നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കേരളം ഭരണ സംവിധാനത്തിലുണ്ടല്ലോ, അതിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കുക. എന്നിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിലെ രണ്ടാമത്തെ വീഡിയോ കാണാം. ഇത് മതി. ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ഒപ്പം വന്നാൽ മതി. പഠിച്ചിട്ട് ഒപ്പം വരിക. ഓക്കെ, ഞാൻ ഈ ലെവലാണ് പഠിച്ചിട്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക? ഒപ്പം പഠിച്ചു വരിക. അപ്പോഴേക്കും എന്തായാലും കേരള ഭരണ സംവിധാനം നിങ്ങൾ പഠനം കഴിയുമ്പോഴേക്കും ഇന്ത്യൻ ജോഗ്രഫി നിങ്ങളുടെ അവിടെ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കിയുള്ള സമയമൊക്കെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയറിനൊക്കെ കൊടുക്കുക കേട്ടോ. മന്ത്ലി കറണ്ട് അഫെയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, താഴെ കമൻറ്റ് ചെയ്യണം. പക്ഷേ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് ഇട്ടുള്ളൂ കേട്ടോ. വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, എനിക്കും ടൈം പോവുകയാണ്. അപ്പോൾ
നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് ക്ലാസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താഴെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയിട്ടൊന്ന് സെൻഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതൊന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അത് നമുക്ക് കുറച്ച് കറണ്ട് അഫെയർ, ഒരു 10 കറണ്ട് അഫെയറെങ്കിലും ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് വഴിയെങ്കിലും ഇട്ട് തരാം കേട്ടോ. കുറച്ച് പേര് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ഗ്രൂപ്പാണല്ലോ ടെലിഗ്രാം ഗ്രൂപ്പ്, അപ്പോൾ അതിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കറണ്ട് അഫെയർസിന് അതിൽ മുൻതൂക്കം കൊടുക്കാതെ. നമുക്ക് കുറച്ച് പേര് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരു 10 കറണ്ട് അഫെയർ ഞാൻ ഓഡിയോ ക്ലിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇട്ടിട്ട് പഠിക്കാം. അപ്പോൾ ഡെയിലി നമ്മൾ അറിയാതെ തന്നെ കറണ്ട് അഫെയർ പഠിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.